ഇറാനിൽ എണ്ണപ്പാടങ്ങൾ കത്തുന്നു. വരുന്നത് തീവിലക്കാലമോ? നിലച്ചിരിക്കാതെ ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണം. ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇറാന്റെ പ്രത്യാക്രമണം. അടിക്കടി തിരിച്ചടിയെന്ന മട്ടിൽ കാര്യങ്ങൾ പോയത് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ നിന്ന് കത്തുന്നത് വരെ എത്തി. അവിടെ എണ്ണപ്പാടം കത്തുമ്പോൾ ഇവിടെ അടുപ്പുകൾ കത്താതെ പോകാൻ ഒരു സാധ്യത കൂടിയുണ്ട്. എങ്ങനെയാണെന്നല്ലേ? ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കത്തുമ്പോൾ എണ്ണ ഉൽപാദനം നിലയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഇറാൻ എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യങ്ങളിൽ എണ്ണ ലഭ്യത കുറയും. ഡിമാൻഡ് മാറാതെ നിൽക്കുകയും വിതരണം നിലയ്ക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ക്രൂഡ് വില കുത്തനെ ഉയരും. സംഘർഷം അടുത്തെങ്ങും തീരില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന സൂചനയാണ് നൽകുന്നത്. അങ്ങനെ വന്നാൽ ക്രൂഡിന് $100 മുകളിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ക്രൂഡ് വില ബാരലിന് $80 മുകളിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? ഉപഭോഗത്തിന്റെ 85 മുതൽ 90% വരെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. വില കൂടിയാൽ അത് വലിയ തിരിച്ചടിയാകും. നമ്മുടെ ഇറക്കുമതി ചെലവ് കൂടും, കറന്റ് അക്കൗണ്ട് കമ്മിയും വ്യാപാര കമ്മിയും കൂടും, ഡോളർ ശേഖരം കുറയുകയും ചെയ്യും. രൂപയ്ക്ക് എന്ത് സംഭവിക്കും? ക്രൂഡ് വാങ്ങുന്നത് രൂപയിലായതിനാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയും. ക്രൂഡ് വില ബാരലിന് $100 മുകളിലായിരുന്നപ്പോഴെല്ലാം നമ്മൾ വറുതിയിലേക്ക് പോയിട്ടുണ്ട്. ക്രൂഡ് വില ബാരലിന് $60 താഴെ അല്ലെങ്കിൽ എന്താകും അവസ്ഥ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്രൂഡ് വില കുറയാൻ തുടങ്ങിയത് ഇന്ത്യക്ക് നൽകിയ സാമ്പത്തിക സ്വാതന്ത്ര്യം വലുതാണ്. രാഷ്ട്ര നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ചെലവാക്കാൻ കൂടുതൽ പണമുണ്ടായിരുന്നു. നീണ്ട കാലത്തേക്ക് ക്രൂഡ് വില കൂടിയാൽ പെട്രോൾ ഡീസൽ വിലയും കൂടും. ഇന്ധന വില കൂടിയാൽ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കൂടും. അങ്ങനെ വരുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില ഉയരും. ഇതങ്ങനെ ഒരു വട്ടം പോലെ നമ്മളെ അങ്ങ് വട്ടം ചുറ്റിച്ച് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. വായ്പാ പലിശ കൂടുമോ? വിലക്കയറ്റം നമ്മൾ പിടിച്ചെടുത്ത് നിന്നതുകൊണ്ട് 3 തവണയായി 1% പലിശ അങ്ങ് കുറച്ച് റിസർവ് ബാങ്ക് ഗവർണർ നൽകിയത് വമ്പൻ നിരക്കിളവ്. EMI ഒക്കെ കുറഞ്ഞല്ലോ എന്ന ആശ്വാസത്തിലിരിക്കുവാണ് നമ്മൾ. പണി വരുന്നുണ്ട് അവറാച്ച എന്നേ പറയാനുള്ളൂ എന്ന് സാമ്പത്തിക വിശാരദന്മാർ പറയുന്നു. എന്തായാലും വില കൂടിയാൽ RBI പലിശയിളവൊക്കെ അങ്ങ് നിർത്തി നിരക്ക് കൂട്ടും. അത് അടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. ക്രൂഡ് വിലയ്ക്കൊപ്പം സ്വർണവും. ക്രൂഡിന് കമ്പനി കൊടുത്ത് സ്വർണവും കൂടെയുണ്ട്. താരിഫ് യുദ്ധത്തിൽ ഉടക്കി നിന്ന ലോകം പതുക്കെ ആശ്വസിച്ചു വരുമ്പോഴാണ് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് പോലെ സ്വർണമാണ് സുരക്ഷിതമായ നിക്ഷേപമെന്ന് നിക്ഷേപകരങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ഓഹരി വിപണിയിൽ നിന്നൊക്കെ പണം പിൻവലിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കും. അങ്ങനെ വന്നാൽ സ്വർണത്തെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. വീട്ടിൽ കറണ്ട് പോയാൽ അയൽപ്പക്കത്തും പോയോ എന്ന് ഉറപ്പുവരുത്തി ആശ്വസിക്കുന്ന ചിലരില്ലേ? അവരുടെ ചോദ്യം ചൈനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നാകും. ഉണ്ടാകും. ഇറാന്റെ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനയാണ്. 90% വരുന്ന ഇറാൻ എണ്ണ ഇറക്കുമതിയിൽ കുറവ് വന്നാൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഇനി വാൽക്കഷ്ണം. അങ്ങ് അമേരിക്കയിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ ലോകമാകെ കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്ന ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ യുദ്ധങ്ങളും. എവിടെയുണ്ടായാലും അതിന്റെ ദുരന്തഫലം ലോകമെമ്പാടും അനുഭവിക്കേണ്ടി വരും. എന്തായാലും മേൽപ്പറഞ്ഞതിനൊന്നും ഇടവരുത്താതെ സംഘർഷം അവസാനിക്കുമെന്ന പ്രത്യാശയോടെ ഒരൽപ്പം സാമ്പത്തിക ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തലോടെ ബൈ.